ഡിപ്ലോമ കോഴ്സ് ആയിട്ടല്ലേ സി എ എന്ന് പറഞ്ഞ പ്രോപ്പർ സി എ കോഴ്സ് അല്ലല്ലോ. പ്രോപ്പർ സി എ കോഴ്സ് ആണോ അതോ ലോക്കൽ സി എ കോഴ്സ് ആണോ? കാര്യങ്ങള് പോലെ എന്റെ പ്രോപ്പർ ഇതാണ്. പ്രോപ്പർ ആണെങ്കിൽ അവരെ ലിസ്റ്റിൽ നിന്റെ പേര് വരേണ്ടതാണ്. ഇവർ എന്റെ പേര് അടിച്ചു നോക്കിയോ? ഇവർക്ക് എന്റെ ഫുൾ നെയിം അറിയാം. എന്റെ കോഡ് അടിച്ചാലല്ലേ വരൂ. എന്റെ സി എ കോഡ് അടിക്കണ്ടേ? ഇത് നീ തമാശയും കളിയാക്കരുത്. എനക്കറിയാം നിങ്ങളുണ്ടോ ഇല്ലയോ. എന്ത് നീ എവിടെ വന്ന മരഭൂതമേ? ഇത് സീനാ. ഇത് നീ എന്തായാലും നീ ഇന്നോ നാളെ വന്നിട്ട് പബ്ലിക്കിൽ വന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പ്രോപ്പർ സി എ അല്ല, ഞാൻ സി എന്റെ മറ്റേ ഡിപ്ലോമ കോഴ്സിന് പോയിട്ട് അതും പാസ്സാവാണ്ട് വീട്ടില് ചൊറിയ കുത്തിയിരുന്നു എന്നുള്ളത്. എടാ അതൊന്നല്ല, ഡൽഹി പോണ്ടി വരും. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്ര മോശം അക്കൗണ്ടന്റ് അല്ല ഞാൻ സി എ ആണ്. എന്താ അത്ര മോശം പണിയല്ല, അതങ്ങ് പറഞ്ഞാ മതി. നീ സാധാ അക്കൗണ്ടന്റ് സി എ അല്ല. ഞാൻ സി എ തന്നെ. ഞാൻ തെളിവെടുത്ത് വന്നാ പോരെ? ഞാൻ സി എ സർട്ടിഫിക്കറ്റ് കാണിച്ച ഈ പ്രശ്നം തീരൂലേ? തമാശകളല്ല. ഈ കേസല്ല എന്റെ തല ഞാൻ നോക്കണ്ട. എനിക്ക് നോക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചോളൂ. എന്റെ വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വീട്ടില് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ എടുത്ത് കാണിച്ചോളൂ. പോയട്ടെ. ഉമ്മ സത്യം ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഉമ്മ സത്യം ഉമ്മ സത്യം ഷമീറ. ഉമ്മ സത്യം ഷമീറ. സംസാരിക്കാം. സീന ഡൽഹിയിലേക്ക് എന്നാ പിന്നെ സത്യം വെളിപ്പെടുത്തേണ്ട വരുമല്ല. എടാ ഞാൻ എന്നാ കാര്യം പറയാ, ഞാൻ സി എ അല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പ്രോപ്പർ സി എ അല്ല. എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇതില്ല. എന്താ പറയാ, റിയൽ സി എ അല്ല. ഞാൻ 5 കൊല്ലം പഠിച്ച് സി എ ആയതല്ല. ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സിന് പോയതാണ്. അപ്പൊ അത് പഠിച്ച് അങ്ങനെ ഇതായതാണ്. പക്ഷെ ഈ സി എ എന്ന് പറയാൻ നല്ല രസമുള്ളതുകൊണ്ടും ഇത് വലിയ സംഭവം ആയിക്കൊണ്ടും ഞാൻ ചോദിക്കുന്ന ആളടുത്തും കാണുന്ന ആളടുത്തും എല്ലാം ഞാൻ സി എ എന്ന് പറയും. ഇതാണ് സത്യം പറഞ്ഞുള്ള കാര്യം. ഞാൻ ശരിക്കും ഒരു സി എ അല്ല. പക്ഷെ ഞാൻ പഠിച്ചിരുന്നു, അക്കൗണ്ടിങ് ആയിരുന്നു. എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു, നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സി എ അല്ല. അത് ഞാൻ പിന്നെ ഇത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ ഇത് പറഞ്ഞുപോയി. ഒരു സ്ഥലത്ത് ഞാൻ സി എ ആന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവർ എന്നെ വലിയ സംഭവമായിട്ട് കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് എവിടെയോ പോയാൽ എന്നെ അറിയാത്തൊരു സ്ഥലത്ത് ഞാൻ ശരിക്കും ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ഇതായതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ പറഞ്ഞു സി എ എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ACCA ഇങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ACCA എല്ലാം പറഞ്ഞാൽ അത്ര വലിയ ഇതില്ല. ഞാൻ ഒരു സ്ഥലത്ത് സി എ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഭയങ്കര ഒരു സംഭവം, എന്നെ ഭയങ്കര ഒരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്ന ആളടുത്ത് എല്ലാം ഞാൻ സി എ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സി എ തട്ടിപ്പ് കഥ ഇതാക്കുന്നത്. അപ്പോ അതാണ് ഇത് പൊളിഞ്ഞ്. എനിയിപ്പോ ഒന്നും ഇതില് ചെയ്യാൻ വേണ്ടി പറ്റൂല. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. മൂടും പോയി. ഇതെന്തൊരു അവസ്ഥയാണ് ഇത്. അല്ല, നീ ഫൈനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടോ ഓൺലൈനിൽ? എനിക്ക് അതിന് ഡിപ്ലോമന്റെ സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതല്ല, നീ ലൈവില് കാണിച്ചിട്ടുണ്ടോ അതിന് മുമ്പ് സർട്ടിഫിക്കറ്റ്? അവർ ലൈവ് കാണിച്ചെന്നാ പറയണത്. ആര്? ഞാനോ? അത് ഫേക്ക്. ഞാൻ എല്ലാം ഫേക്കാണ്. അല്ല അങ്ങനല്ല. അത് ഫേക്കായിട്ട് എനിക്ക് ആരോ തന്നതാ, ആരോ അയച്ചു തന്നതാ. അതുകൊണ്ട് ഞാൻ കാണിച്ചു. അത് ഫേക്കാന്ന് എല്ലാവർക്കും അറിയാം, കാണുന്ന എല്ലാവർക്കും അതറിയാം. എന്താ ആൻവിൻ? എടാ അതിന് മാത്രം ഫയറിയുന്നതിന് കാര്യമുണ്ട്. ഇതിൽ എനക്കൊരു പങ്കുമില്ല. ഞാൻ കാര്യം പറഞ്ഞു. ഇവൻ ഗൾഫിൽ 2-3 കൊല്ലുണ്ടായിന്. എപ്പം വിളിക്കുമ്പോ ഇവൻ പറയും ഞാൻ തിരക്കാം. ഇവൻ അക്കൗണ്ടന്റ്, ഇവൻ ഫോട്ടോ വീഡിയോ എല്ലാം എനിക്ക് ഇങ്ങനെ അയച്ചത്. നമ്മളോടെല്ലാം ഇങ്ങനെ വർക്കുണ്ടായിന്. അതിന് എനിക്ക് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് സി എ പ്രോപ്പർ സി എ അല്ല, എന്തോ ഡിപ്ലോമ സി എക്ക് പോയിട്ട് മറ്റേ എന്തോ ACC എന്തോ പരിപാടിക്ക് പോയിട്ട് ഡിപ്ലോമ പരിപാടിയാണ്. അല്ല ഇവൻ ഇതും കാണിച്ചു. അല്ല, ഞാൻ 6 മാസത്തെ ടാലി കോഴ്സിനാ പോയത്. അത് ഞാൻ പാസ്സായിട്ടില്ല. അങ്ങനെ ഇറങ്ങി. അപ്പൊ സാലറി കാണിച്ചതോ? സാലറി ഉണ്ട്. അതെന്റെ ആറ്റാന്റെ കമ്പനിയിലാ. ആറ്റേന്ന് അടുത്ത മെയിൻ ആള്. അതുകൊണ്ട് എനിക്ക് സാലറി കിട്ടും. അല്ല, ആറ്റേന്ന് അടുത്ത മാനേജർ. അതുകൊണ്ട് എന്നെ അങ്ങനെയല്ലോ ആളെ കയറ്റി എനിക്ക് പണിയാക്കി തന്നതാ. എനിക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയൊന്നുമില്ല, ആർക്കും അറിയില്ല. ഞാൻ അടുത്ത ആൻവിനാ. എന്താ ആൻവിന്? അല്ല, ഞാൻ അവിടെ പണിയെടുത്തിരുന്ന സ്ഥലമില്ലേ, അടുത്ത ഓണറിനൊന്നും അറിയില്ല. അല്ല, അയാളെന്ന് കാണോ?